ഷിയാൻ അന്വേഷിച്ച് വന്ന സിയെ അവൾ ബോസോങ്ങിനൊപ്പം ഇരുന്ന് കരയുന്നത് കണ്ട് അടുത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു. കോളേജ് എൻട്രൻസ് എക്സാം വീണ്ടും അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതുകൊണ്ട് പരാതി പറയാൻ എനിക്ക് അർഹതയില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പിന്തിരിയില്ല. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നു. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നീ ഒരുപാട് മുകളിലാണ് എന്ന് പറഞ്ഞ് ബോസോങ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിക്കലുമല്ല, ഞാൻ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതവും ആളും ഇപ്പോഴും ഏറെ ദൂരെയാണ് എന്നവൾ പറയുന്നു. നീ പറയുന്ന ആൾ സിയെ ആണോ എന്ന് ബോസോങ് ചോദിച്ചപ്പോൾ സിയെ വളരെ ബ്രില്യൻ്റ് ആണ്. ഞങ്ങൾ ഒരേ ലെവലായിരിക്കുമെന്നാണ് മുമ്പൊക്കെ ഞാൻ കരുതിയിരുന്നത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാൽ അവൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എത്താൻ കഴിയും എന്ന് ഞാൻ കരുതി. പക്ഷേ ഞങ്ങൾക്കിടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അവനെ എത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അവനൊപ്പം നിൽക്കാനുള്ള യോഗ്യതയില്ല എന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സി എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് മറ്റുള്ളവർ ഒരു ദിവസം ചോദിക്കുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് ഷിയാൻ പറയുന്നു. എന്തായാലും ഞാനൊരിക്കലും അങ്ങനെ ചോദിക്കില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യം ഒരിക്കലും കൊടുക്കില്ല എന്ന് ബോസോങ് പറയുന്നു. ഷിയാന്റെ സങ്കടം പറച്ചിൽ സിയയുടെ കണ്ണ് നിറയ്ക്കുന്നു. താൻ കാരണം അവൾ ഇത്രത്തോളം വിഷമവും സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അവനെ ശരിക്കും തളർത്തുന്നു. അവൻ അവളെ കാണാൻ പോലും നിൽക്കാതെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പക്ഷേ അന്ന് രാത്രി അവൻ ഷിയാന്റെ മുറിയുടെ താഴെ റോഡിൽ വന്ന് അവളുടെ മുറിയിലേക്ക് നോക്കി കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് അവൾ അവന് മെസ്സേജ് അയക്കാൻ ടൈപ്പ് ചെയ്തെങ്കിലും സെൻഡ് ചെയ്യാതെ ക്യാൻസൽ ചെയ്യുന്നു. സിയെ കുറേ നേരം അവിടെ നിന്നിട്ട് അവളെ വിളിക്കാതെ അവിടെ തിരിച്ച് സിറ്റിയിലേക്ക് പോകുന്നു. അടുത്ത ദിവസം അവന് കോളേജിൽ ക്ലാസ് തുടങ്ങിയാണ്. കോളേജിലേക്ക് പെട്ടിയുമായി നടക്കുമ്പോൾ ഇന്ന് ക്ലാസ് തുടങ്ങിയല്ലേ, ഹോക്കി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആയതിന് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് ഷിയാൻ അവന് മെസ്സേജ് അയക്കുന്നു. നിന്നെ ഇത്ര നാളും ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ടി വന്നതിന് സോറി എന്നവൻ ടൈപ്പ് ചെയ്തെങ്കിലും സെൻഡ് ചെയ്യാതെ ക്യാൻസൽ ചെയ്തിട്ട് താങ്ക്സ് എന്ന് മാത്രം അവൻ റിപ്ലൈ അയക്കുന്നു. ഫോൺ പോക്കറ്റിൽ വെച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് അറിയാൻ ചോദിച്ച് ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നത്. എനിക്കറിയില്ല, ഞാനും അങ്ങോട്ടാണ് എന്ന് സിയെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫങ് എന്നാണ് എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുന്നു. സിയെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ ഒരുമിച്ചാണ് ക്ലാസ്സിലേക്ക് പോയത്. ആദ്യ ക്ലാസ് അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായ പ്രൊഫസർ ഇയുടേതായിരുന്നു. അടുത്ത ദിവസം പ്രൊഫസർ ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. എൻ്റെ പേര് ഡോങ് എന്നാണ്. സാറിൻ്റെ റിസർച്ച് ഗ്രൂപ്പിൽ എനിക്കും കൂടി അംഗമായാൽ കൊള്ളാവുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയ പ്രൊജക്റ്റാണിത്. സാർ ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ച് ലാപ്ടോപ്പ് കാണിക്കുന്നു. പക്ഷേ ഇലക്ഷൻ്റെ ടൈമിൽ എന്നെ ഇത് കാണിച്ചാൽ മതി, ഇപ്പോൾ തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞ് അദ്ദേഹം അവനെ നിരാശനാക്കിയിട്ട് മുന്നോട്ട് നടക്കുന്നു. സിയെ എതിരെ വരുന്നത് കണ്ട് അദ്ദേഹം അവനെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ നിൻ്റെ പ്രൊജക്റ്റ് കണ്ടിരുന്നു, അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്. അതുകൊണ്ട് ഈ സെമസ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇരുന്ന് നീ വെറുതെ സമയം കളയണ്ട, നിനക്ക് നേരിട്ട് ലാബിലേക്ക് വന്ന് റിസർച്ച് ടീമിൽ അംഗമാക്കാമെന്ന് അദ്ദേഹം പറയുന്നു. സിയെ ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. അദ്ദേഹം അവൻ്റെ അച്ഛനെക്കുറിച്ചും അന്വേഷിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ തിരക്കിലാണ്. അടുത്ത് തന്നെ സത്യം തെളിയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് സിയെ പറഞ്ഞപ്പോൾ അതൊന്നും നിന്റെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ നോക്കണം, നീ ശരിക്കും ഒരു പ്രോമിസിംഗ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. ഡോങ് ഇവർ തമ്മിലുള്ള സംഭാഷണം മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സിയയോട് കാണിച്ച ആ താല്പര്യം അവന് തീരെ പിടിച്ചിട്ടില്ല. ഈയിടെയായി നിനക്ക് ഭയങ്കര തിരക്കാണോ എന്ന് ചോദിച്ച് ഷിയാന്റെ മെസ്സേജ് അപ്പോൾ സിയയ്ക്ക് വന്നെങ്കിലും അവൻ അതിന് മറുപടി നൽകുന്നില്ല. സിയെ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തരാത്തതിന് ഷിയാനാകെ നിരാശയാക്കുന്നുണ്ട്. സിയെ ഇടയ്ക്ക് കോളേജിൽ ഒരു സെമിനാർ അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനൊരു സുന്ദരൻ നമ്മുടെ ക്ലാസ്സിലുള്ളത് ഞാനിതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടി അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് പറയുന്നു. ഇവൻ നമ്മുടെ ക്ലാസ്സിലല്ല, ക്ലാസ് 1-ലാണ്. ഷെൻഹായ് സ്കൂളിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടി വന്നതാണ്. ആൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ് എന്നൊക്കെ ഫ്രണ്ട് അവൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. നീ നോക്കിക്കോ, ഞാൻ ഇവരെ സ്വന്തമാക്കിയിരിക്കുമെന്ന് അവൾ അപ്പോൾ പറയുന്നുണ്ട്. ഒരു ദിവസം ഷാദി വിളിച്ചപ്പോൾ സിയെ ഇപ്പോൾ എൻ്റെ മെസ്സേജിനൊന്നും കാളിനൊന്നും റിപ്ലൈ തരുന്നില്ല, അവന് ഭയങ്കര തിരക്കാണെന്നാണ് തോന്നുന്നതെന്ന് ഷിയാൻ പറയുന്നു. ഞാനും കോളേജ് സ്റ്റുഡൻറ്റ് തന്നെ, എത്ര തിരക്കുണ്ടായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഡേയുടെ അന്ന് അവധിക്ക് നീ ഹോക്കിംഗ് യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോ, സിയയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഷാദി പറയുന്നു. ഷിയാനും ആ ഐഡിയ ഇഷ്ടപ്പെടുന്നതിനാൽ അവൾ നാഷണൽ ഡേയുടെ അന്ന് അവിടേക്ക് പോകുന്നു. ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് പറഞ്ഞവൾ അന്വേഷണം നടക്കുമ്പോൾ സിയെ അവളുടെ പുറകിലൂടെ പാസ് ചെയ്തു പോയെങ്കിലും അവർ തമ്മിൽ കാണുന്നില്ല. സിയെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ധൃതിയിൽ ഓടുകയായിരുന്നു. വഴിയിൽ വെച്ച് സെമിനാർ ദിവസം അവനെ വളയ്ക്കുമെന്ന് പറഞ്ഞ സീനിയർ പെൺകുട്ടി അവനെ പിടിച്ചു നിർത്തി. എൻ്റെ പേര് സിങ് എന്നാണ്, എന്നെ നിൻ്റെ ഫ്രണ്ടാക്കുമോ? ഞാൻ ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 5th ഡിവിഷനിലാണ് പഠിക്കുന്നത്. നിൻ്റെ സെമിനാർ കേട്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ നിന്നോട് ചോദിച്ചറിയാൻ കഴിയുമെന്ന് തോന്നി, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ഇന്നൊട്ട് സമയമില്ല, ഞാൻ നല്ല തിരക്കിലാണെന്ന് പറഞ്ഞ് സിയെ അവിടെ നിന്ന് പോകുന്നു. അവളും പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. സിയെ റിസർച്ച് ലാബിലേക്കായിരുന്നു പോയത്. അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രൊഫസറും റിസർച്ച് ടീമിലെ മറ്റു കുട്ടികളും എത്തിയിരുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക ഉപകരണങ്ങളുള്ള ലാബ് നമ്മുടെ കോളേജിലാണ് എന്ന് അദ്ദേഹം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സിയെ വന്നത്. എനിക്ക് ലാബ് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് പറഞ്ഞവൻ സോറി പറയുന്നു. അദ്ദേഹം അവനെ ഗ്രൂപ്പ് ലീഡറായി നിയമിച്ചിട്ട് സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തോളാൻ പറഞ്ഞ് പുതിയ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഡോങ്ങും അവന്റെ ക്ലാസ്സിലെ ഫങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അവന്റെ പുറകെ വന്ന സിംഗ് ആരുടെയും കണ്ണിൽ പെടാതെ അകത്ത് കയറിയിരുന്നു. അവൾ അടുത്തേക്ക് വന്നപ്പോൾ സിയെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ബുദ്ധിജീവികളുടെ ലോകം എങ്ങനെയാണെന്ന് കാണാമല്ലോ എന്ന് കരുതി വന്നതാണ് എന്ന് അവൾ പറയുന്നു. അവൾ അവനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെയുള്ള സാധനങ്ങളിൽ തൊടാൻ തുടങ്ങിയപ്പോൾ ഡോങ് അവിടേക്ക് വന്ന് ആവശ്യമില്ലാത്ത ഒന്നിൽ തുടരുതെന്ന് അവളോട് പറയുന്നതിനാൽ അവൾ മാറി നിൽക്കുന്നു. ഡോങ് ലീഡറായതിന് സിയെ അഭിനന്ദിക്കുകയും അവൻ്റെ സെമിനാറിനെ കുറിച്ച് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തെങ്കിലും അവന് സിയെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കണ്ടാൽ അറിയാം. അവൻ സിസ്റ്റത്തിൽ കോളേജിൻ്റെ പേജ് ഓപ്പണാക്കിയപ്പോൾ അതിൽ അവൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ന്യൂസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നു. അവൻ്റെ അച്ഛൻ അക്കാഡമിക് കാര്യങ്ങളിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ അന്വേഷണത്തിലാണെന്നും അദ്ദേഹത്തിൻ്റെ മകൻ മുകളിലുള്ളവരെ മണിയടിച്ച് തെറ്റായ വഴിയിലൂടെയാണ് അവിടെ അഡ്മിഷൻ നേടിയതെന്നുമൊക്കെ അതിൽ എഴുതിയിരുന്നു. അവൻ കണ്ടപ്പോൾ തന്നെ മറ്റു കുട്ടികളും അതൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും സിയെ നോക്കി ഇവനാണ് അദ്ദേഹത്തിൻ്റെ മകനെന്നും മറ്റും പറയാൻ തുടങ്ങുന്നു. ആരാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നറിയാൻ സിയെ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആളിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഉടൻ അവൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന ഡോങ്ങിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യുന്നു.
അവനാണ് വാർത്ത പോസ്റ്റ് ചെയ്തതെന്ന് സിഐക്ക് മനസ്സിലാവുന്നതിനാൽ സി എഴുന്നേറ്റ് ചെന്ന് നീ ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു ഹോസ്റ്റ് സിസ്റ്റം ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്തതിന്റെ അർത്ഥം നീ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് എന്നെ അറിയിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അവൻ പക്ഷേ അത് ഞാനല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചത് നിനക്ക് തന്നെ വന്നല്ലോ എന്ന് സി എ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തത്, അതിനെന്താ നിന്റെ അച്ഛൻ ചെയ്തതുപോലെയുള്ള തെറ്റുകൾ നീയെങ്കിലും ഇവിടെ ആവർത്തിക്കരുതെന്ന് ഡോങ് പറയുന്നു. സിയുടെ സകല നിയന്ത്രണവും തെറ്റുന്നുണ്ട്, നീ എന്നെ എന്ത് ചെയ്യും, എനിക്കെതിരെ കേസ് കൊടുക്കുമോ എന്ന് ഡോങ് ചോദിച്ചതും സി അവനെ അടിക്കുന്നു. അവൻ തിരിച്ചെതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയിൽ കയറാൻ ചെന്ന സിംഗ് മറിഞ്ഞ് നിലത്തേക്ക് വീഴുന്നു. അപ്പോഴേക്കും രണ്ടുപേരും വന്നടങ്ങുന്നു. ഡോങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. സിംഗ് കാലുളിക്കുന്നതിനാൽ നീ കാരണമല്ലേ ഇത് സംഭവിച്ചത്, എന്നെ ഒന്ന് ഡോക്ടറിന്റെ മുറിയിലേക്ക് എത്തിക്കാൻ അവൾ അവനോട് പറയുന്നു. സിയെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവളെയും കൊണ്ട് ക്ലിനിക്കിലേക്ക് പോകുന്നു. അവർ പോകുന്നത് സിയെ തിരഞ്ഞെടുക്കുകയായിരുന്ന ഷിയാൻ കാണുന്നു. അവൾ അവനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇടയ്ക്ക് സിയയ്ക്ക് അവൾ അവിടെ നിൽക്കുന്നത് പോലെ തോന്നിയതിനാൽ അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിലും അവൾ പെട്ടെന്ന് മരത്തിന്റെ പുറകിൽ വിളിക്കുന്നു. സിയെ ഷിയാന്റെ കൈ കാണുന്നുണ്ട്. അവന് പിന്നെയും സംശയം തോന്നി അവിടെ തന്നെ നിന്നപ്പോൾ നീ ഇതാരെയാണ് നോക്കുന്നത്, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകുമോ എന്ന് സിംഗ് ചോദിക്കുന്നതിനാൽ തൻ്റെ തോന്നലായിരിക്കും എന്ന് കരുതി അവൻ അവൾക്കൊപ്പം പോകുന്നു. സിയയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്ന ഷിയാൻ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത്. ടാക്സിയിൽ ഇരിക്കുമ്പോൾ എക്സാമിന് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് പരസ്പരം കോൺടാക്ട് ചെയ്യാതിരിക്കാം എന്ന് അവൾ കരഞ്ഞുകൊണ്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഈ സ്കൂൾ ഇയർ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മുടെ ജീവിതം തമ്മിൽ അകന്നു തുടങ്ങിയിരിക്കണം. പതുക്കെ പതുക്കെ എൻ്റെ ജീവിതം നിന്റെ ട്രാക്കിൽ നിന്ന് വഴിമാറിപ്പോയി. എല്ലാം പഴയതുപോലെ ആക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നീ നിന്റെ പുതിയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്നൊക്കെ ഷിയാൻ ചിന്തിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് സിയയുടെ അച്ഛൻ്റെ പ്രശ്നം കൂടുതൽ വഷളായി. സിയയുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് പലപ്പോഴും ഷിയാനെ വിളിക്കാൻ തോന്നാറുണ്ടെങ്കിലും അവൻ നിയന്ത്രിക്കുന്നു. ഷിയാൻ തിരിച്ചു. ഒരു ദിവസം ഷിയാൻ എന്തോ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ റേഡിയോയിൽ ഏതാനും മിനിറ്റുകൾക്ക് നമ്മൾ 2012 ഡിസംബർ 21 കടക്കുകയാണ്. മായൻ സംസ്കാരം അനുസരിച്ച് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദിവസം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ലോകം അവസാനിക്കുകയാണെങ്കിൽ ആർക്കൊപ്പം വിചാരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ സിയയോട് ലോകാവസാനത്തെക്കുറിച്ച് സിനിമ കണ്ടിറങ്ങിയ ദിവസം ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിച്ചത് അവൾക്ക് ഓർമ്മ വരുന്നു. ഡിസംബർ 21 ആയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ആർക്കൊപ്പമാണെന്ന് റേഡിയോയിൽ പറഞ്ഞത് ഷിയാൻ ഇരിക്കുന്നതിന് മുന്നിലായി ഫയർ വർക്ക് തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. കൗതുകത്തോടെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ലോകം അവസാനിക്കുമ്പോൾ ആകാശം നിറയെ ഫയർ വർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പേടി കൂടാതെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങാമല്ലെന്ന് സിയോട് അന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നത്. അവനായിരിക്കും ഫയർ വർക്ക് നടത്തുന്നതെന്ന് തോന്നിയാൽ അവൾ പെട്ടെന്ന് തന്നെ ഓടിയിറങ്ങി അത് നടക്കുന്നതിലേക്ക് പോകുന്നു. പക്ഷേ അവൾ എത്തിയപ്പോൾ ആ ഫയർ വർക്കിൻ്റെ കവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആരെയും കാണുന്നതിനാൽ ഷിയാൻ വിഷമത്തോടെ ചുറ്റും നോക്കിയപ്പോഴാണ് തറയിൽ കിടന്ന അവൾക്ക് ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബാഡ്ജ് കിട്ടിയത്. അതോടെ സിയ തന്നെയാണ് വന്നത് എന്ന് അവൾക്ക് ഉറപ്പാകുന്നു. അത് അവളുടെ മനസ്സിൽ പുതിയൊരു പ്രകാശം തന്നെ പരത്തുന്നുണ്ട്. ഒരു ദിവസം ലോകം അവസാനിക്കുകയാണെങ്കിൽ അന്ന് നിനക്കൊപ്പമായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് വേണ്ടി ഹോക്കിങ്ങിൽ വെയിറ്റ് ചെയ്യും എന്നവൾ ഒരു പുഞ്ചിരിയോടെ പറയുന്നുണ്ട്. ഷിയാൻ്റെ ആ ചിന്ത വെറുതെ ആയില്ല. അത്തവണത്തെ പരീക്ഷയിൽ അവൾ ഉയർന്ന സ്കോർ വാങ്ങി ഹോക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്നു. അങ്ങനെ അവൾ കോളേജിലേക്ക് വന്നതാണ് നമ്മൾ ഡ്രാമയുടെ തുടക്കത്തിൽ കണ്ടത്. അന്ന് സിയയുടെ റിസർച്ച് ടീമിൽ നിന്ന് ഡോങ്ങിൻ്റെ റിസർച്ച് ടീമിലേക്ക് മാറുകയാണ് എന്ന് അവൻ്റെ ടീമിലെ ഒരു പെൺകുട്ടി അവനെ അറിയിക്കുന്നു. സിയ എതിർപ്പൊന്നും പറയാതെ പോയിക്കോളാൻ പറയുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ടീമിൽ ഒരുപാട് പേരെ ഡോങ് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സിയോട് അവൻ്റെ ഫ്രണ്ടായ ഫെങ് ചോദിച്ചപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഹ്യൂമനോയിഡ് റോബോട്ടാണ്, അതിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല, അവർക്കും അത് തന്നെ തോന്നിക്കാണും, അപ്പോൾ പിന്നെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തായിരിക്കുന്നതാണ് നല്ലത്, പോകുന്നവർ പോയിക്കോട്ടെ എന്ന് സിയ പറയുന്നു. അവളുടെ അക്കാഡമിക് റെക്കോർഡ് മോശമായതുകൊണ്ട് ആദ്യം ഒരു ടീമും അവളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ നമ്മളാണ് അവളെ അക്സെപ്റ്റ് ചെയ്തത്. ഇവിടെ നിന്ന് കുറേയെല്ലാം പഠിച്ച് മിടുക്കിയായപ്പോൾ നമ്മളെ പാതി വഴിയിലാക്കിയിട്ട് അവൾ പോകുന്നു. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി ഒരു ഡിസൈനറിനെ കണ്ടെത്താനാണ്, ഇപ്പോൾ തന്നെ നമ്മുടെ റിസർച്ച് ഒരുപാട് താഴെയാണ്, ഇതും കൂടി ആയപ്പോൾ ഒന്നുകൂടി മോശമാവുകയുള്ളൂ എന്ന് ഫെങ് പറയുന്നു. സാരമില്ല, നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമെന്ന് സിയെ പറഞ്ഞപ്പോൾ അതത്ര എളുപ്പമല്ല, തുടക്കം മുതലേ നീ ആരോടും മിണ്ടാത്തതുകൊണ്ട് നിനക്ക് വലിയ ജാടയാണെന്നാണ് എല്ലാവരും കരുതുന്നത്. നിന്റെ ടീമിലേക്ക് വരാൻ ആർക്കും അത്ര താല്പര്യമൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ മനസ്സോടെ നിനക്കൊപ്പം നിൽക്കുന്നത്, കഴിവുള്ള ആരെങ്കിലും നമുക്കൊപ്പം നിൽക്കാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് ഫെങ് പറയുന്നു. ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ തന്നെ അതിനും കൂടി സമയം കണ്ടെത്തിക്കൊള്ളാമെന്ന് സിയെ പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ തന്നെ ഉറങ്ങുന്നത് 5 മണിക്കൂറാണ്, ഇനി ഇതും കൂടി അങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ് എന്ന് ഫെങ് ചോദിക്കുന്നു. ഞാൻ ടയേർഡാണ് എന്ന് അറിഞ്ഞിട്ടും നീ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ സമയം കളയുകയാണല്ലേ, വേഗം ജോലി തീർക്കാൻ നോക്ക് എന്ന് സിയെ അവനോട് പറയുന്നു. 2 ദിവസമായി ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ലീവ് എടുത്തോട്ടെ, ഇന്ന് ക്യാമ്പസിൽ ഒരുപാട് പുതിയ പെൺകുട്ടികൾ വരുന്ന ദിവസമല്ലേ, ഇപ്പോൾ പോയില്ലെങ്കിൽ അവർ മിസ്സായി പോകും എന്ന് ഫെങ് പറയുന്നു. സിയെ കുറച്ചു നേരം അവനെ നോക്കിയിട്ട് പോയിക്കോളാൻ പറയുന്നു. ഷിയാൻ സിയെ തിരിഞ്ഞ് കുറേ വട്ടം ചുറ്റിയ ശേഷം ക്ഷീണിച്ചൊരിടത്തിരിക്കുന്നുണ്ട്. സിയെ കണ്ടെന്ന് ചോദിച്ച് ഷാദി അവൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എവിടെയാണ് എന്ന് എനിക്കറിയില്ല, പിന്നെയല്ലേ സിയെ എന്നവൾ റിപ്ലൈ കൊടുക്കുന്നു. സിയയുടെ പുതിയ നമ്പർ എൻ്റെ കയ്യിലില്ല, എങ്ങനെ എന്നെ കണ്ടുപിടിക്കുമെന്ന് ഷാദി അവളോട് ചോദിക്കുന്നു. ആ സമയത്താണ് പുതിയ പെൺപിള്ളേരെ കാണാൻ ഓടിയെന്ന ഫെങ് പെൺകുട്ടികളെല്ലാം എപ്പോഴും ഹോസ്റ്റലിൽ എത്തിയെന്ന് അറിഞ്ഞ് ആരെയും കാണാൻ നിരാശനാവുന്നത്. എല്ലാവരും പോയോ എന്നവൻ ചോദിക്കുന്നത് കേട്ട് ഒരാൾ ബാക്കിയുണ്ടെന്ന് ഷിയാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുവഴി പോയ ഒരാൾ പറയുന്നു. അവളെ കാണിച്ചതിന് അയാൾക്ക് താങ്ക്സ് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പോയാൽ അവൾ മൈൻഡ് ചെയ്തത് വരില്ല എന്ന് പറഞ്ഞ് അതുവഴി പോവുകയായിരുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു വോളണ്ടിയർ ബാഡ്ജ് ജൂരി വാങ്ങി അത് ഫെങ്ങിന് നൽകിയിട്ട് ഇത് ധരിച്ചുകൊണ്ട് പോയി വോളണ്ടിയർ ആണെന്ന രീതിയിൽ അവളെ പരിചയപ്പെടും. അവളുടെ ലഗേജ് ഹോസ്റ്റലിൽ എത്തിക്കാൻ സഹായിക്കാൻ അയാൾ നിർദ്ദേശിക്കുന്നു. അയാളുടെ ഐഡിയ ഫെങ്ങിന് ശരിക്കും ഇഷ്ടമാക്കുന്നു. അവൻ വീണ്ടും താങ്ക്സ് പറഞ്ഞ് ഷിയാൻ്റെ അടുത്ത് ചെന്ന് കുട്ടി എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, വഴി തെറ്റിയതാണല്ലേ, ഗേൾസ് ഹോസ്റ്റലിലേക്ക് ഞാൻ കൊണ്ടുചെന്നാക്കാം എന്ന് പറഞ്ഞ് അവളുടെ പെട്ടിയിൽ പിടിക്കുന്നു. ഗേൾസ് ഹോസ്റ്റലിലേക്കല്ല, ബോയ്സ് ഹോസ്റ്റലിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഷിയാൻ പെട്ടി തിരികെ പിടിച്ചപ്പോൾ പേടിക്കണം, ഞാനൊരു മോശക്കാരനൊന്നുമല്ല, ഞാനൊരു വോളണ്ടിയറാണ്, നിങ്ങളെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പെട്ടിയെടുക്കാൻ തുടങ്ങുന്നു.
എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാമെന്ന് പറഞ്ഞ് ഷിയാൻ തിരിച്ചും പിടിക്കുന്നു. രണ്ടുപേരും കൂടി പിടിവലി നടക്കുന്നതിനിടയിൽ നേരത്തെ ഫെങ്ങിനെ സഹായിച്ച ആൾ അവിടേക്ക് വന്ന് ഫെങ്ങിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ എല്ലാ വർഷവും വോളണ്ടിയർ ആണെന്ന് പറഞ്ഞ് ഇത് തന്നെയാണല്ലോ നിന്റെ പണി, ഒന്ന് മതിയാക്കിക്കൂടെ, പെൺപിള്ളേരെ ഉപദ്രവിക്കാതെ പോടാ എന്ന് പറഞ്ഞ് ഷിയാൻ്റെ മുന്നിൽ നിന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അയാൾ ബാഗിൽ നിന്ന് ഒരു കാർഡ് തപ്പിയെടുത്ത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ഷിയാനോട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവളോട് നിന്ന് സ്ഥലം വിടുന്നു. അയാളും അവളുടെ പുറകെ പോകുന്നുണ്ട്. ഫെങ് ആകെ ഐസായി നിൽക്കുകയാണ്. ഷിയാൻ അവിടെ നിന്ന് പോയത് നേരെ ബോയ്സ് ഹോസ്റ്റലിലേക്കാണ്. പിന്നെ അവിടെ വാർഡനുമായി നടന്ന ചെറിയ ഫൈറ്റും അതിനുശേഷം അവൾ പുറത്തിറങ്ങി വന്ന് സിയെ വിളിക്കാൻ തുടങ്ങിയതും നമ്മൾ ആദ്യമേ കണ്ടിരുന്നല്ലോ. ഒരു പെൺകുട്ടി ബോയ്സിന്റെ ഹോസ്റ്റലിൽ നിന്ന് താഴെ വന്ന് തന്റെ ലവറിനെ വിളിക്കുന്നതെന്ന ന്യൂസ് ക്യാമ്പസിനുള്ളിൽ പെട്ടെന്ന് തന്നെ വൈറലായി. സിയയുടെ ലാബിലും കുട്ടികൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് സിയെ ഫോണിൽ നോക്കിയപ്പോഴാണ് ഷിയാനാണ് അതെന്ന് അവൻ അറിഞ്ഞത്. അവളെ കണ്ടതും അവൻ എല്ലാം മറന്ന് അവിടെ കൂടുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പൂട്ടിവെച്ച രഹസ്യമാണത്. ഞാൻ എല്ലാം മറന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു ദിവസം ആ ബോക്സ് വീണ്ടും തുറന്ന് അതെല്ലാം പുറത്ത് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ഷിയാൻ്റെ അടുത്തേക്ക് ഓടുന്നതിനിടയിൽ അവൻ ചിന്തിക്കുന്നുണ്ട്. സിയെ വീണ്ടും കണ്ടപ്പോൾ ഷിയാൻ്റെ മുഖത്തുണ്ടായ ഒരു ചിരി ഒന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുത്തു എന്നുള്ള ഒരു വിജയഭാവം അതിനുണ്ടായിരുന്നു. സിയ അവളെ മാറ്റിയിരുത്തി സംസാരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. നീ എൻ്റെ മെസ്സേജിനൊന്ന് റിപ്ലൈ തരഞ്ഞതും എൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാഞ്ഞതും എന്താണ് എന്നവൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ നമ്പർ മാറ്റി, നിന്നോട് പക്ഷേ പറഞ്ഞില്ല എന്നവൻ പറയുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ, നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതമാണ് മുന്നിലുള്ളത് എന്ന് പറഞ്ഞവൻ പോകാൻ എഴുന്നേൽക്കുന്നു. ഷിയാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് ബാഗിൽ നിന്ന് മുമ്പായി നൽകിയ റോബോട്ടിൻ്റെ അടുത്താണ് തിരികെ നൽകിയിട്ട് നിനക്കെൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ സിയ അതിന് മറുപടിയൊന്നും പറയാതെ ഇപ്പോൾ തന്നെ ഞാൻ ലേറ്റായി, എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സിയയുടെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അച്ഛനെ കാണാനായി ആശുപത്രിയിലെത്തി അവൻ ആദ്യം പോയത് റിസപ്ഷനിലേക്കാണ്. അച്ഛൻ്റെ മരുന്നിൻ്റെ ബില്ല് അടച്ചിട്ടുണ്ടോ എന്ന് അവൻ അന്വേഷിക്കുന്നു. ഇതുവരെ അടച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് നഴ്സ് സിസ്റ്റത്തിൽ നോക്കിയിട്ട് അറിയിക്കുന്നു. അടയ്ക്കാമെന്ന് പറഞ്ഞവൻ തിരിഞ്ഞടക്കുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ ദിവസം ഷിയാന് വേണ്ടി കമ്പം പൊട്ടിക്കാൻ പോയത് അവൻ ഓർക്കുന്നു. അതിന് തീ കൊളുത്തിയ ശേഷം അവിടെ നിൽക്കുമ്പോഴാണ് അച്ഛന് സുഖമില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ അമ്മയുടെ ഫോൺ അവന് വന്നത്. അവൻ പെട്ടെന്ന് തന്നെ ബാഗും എടുത്ത് പോകുന്നു. ആ വെപ്രാളത്തിനിടയിലാണ് അവൻ്റെ ബാഡ്ജ് താഴെ വീണ് പോയത്. അന്നങ്ങനെ പോവേണ്ടി വന്നതുകൊണ്ടാണ് ഷിയാൻ അവനെ കാണാൻ കഴിയാതിരുന്നത്. അച്ഛൻ്റെ ജോലിയിലുണ്ടായ പ്രശ്നങ്ങളും അസുഖവുമെല്ലാം സിയയുടെ കുടുംബത്തെ മാനസികമായും സാമ്പത്തികമായും എല്ലാം തളർത്തിയിരുന്നു. സ്വന്തം കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അവളെ കൂടി സംരക്ഷിക്കാനാണ് എന്നാണ് സിയെ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അവളുടെ ചോദ്യങ്ങൾക്കൊന്നും അവൻ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയത്. ഷിയാൻ സിയയോട് സംസാരിച്ച് നിരാശയായി ക്യാമ്പസിലൂടെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കോൾ വന്നത്. രാജ്യത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മികച്ച യൂണിവേഴ്സിറ്റിയിൽ മകൾ അഡ്മിഷൻ വാങ്ങിയതിൽ അവർക്കിപ്പോൾ അഭിമാനമാണ്. ഷിയാനോട് സംസാരിക്കാൻ അച്ഛനും അമ്മയും ഫോണിൽ അടിപിടി കൂടുന്നുണ്ട്. ഉച്ചയായിട്ടും അവൾ ഇതുവരെ ഹോസ്റ്റലിൽ എത്തിയില്ല എന്നറിഞ്ഞപ്പോൾ നീ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാനും കൂടി വരേണ്ടതായിരുന്നു, വേഗം ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് അമ്മ അവളെ വഴക്ക് പറയുന്നു. രാത്രി വിളിക്കാമെന്ന് പറഞ്ഞ് ഷിയാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. അവൾ ഹോസ്റ്റൽ മുറിയിലേക്ക് കയറിയതും അകത്തുണ്ടായിരുന്നതിൽ ഒരു പെൺകുട്ടി സന്തോഷത്തോടെ നീ ആയിരിക്കുമോ ഞങ്ങളുടെ റൂംമേറ്റ് എന്ന് ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ക്ലാസ്സിൽ എല്ലാവർക്കും നിന്നെ അറിയാം എന്ന് പറഞ്ഞ് ഷിയാൻ്റെ പെട്ടി വാങ്ങി വെച്ചിട്ട് അവൾക്കരികിൽ കസേര എടുത്തുകൊണ്ടുവന്ന് അവളെ അതിൽ പിടിച്ചിരുത്തിയിട്ട് എൻ്റെ പേര് ലിഷി എന്നാണ് എന്ന് പരിചയപ്പെടുന്നു. ഷിയാൻ തിരിച്ചും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ജിയു, ഇത് ശശ എന്നവൾ മറ്റ് രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നു. ലിഷിയും ജിയുവും കൂടി ഷിയാനോട് സിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോങ് എന്നൊരു സുന്ദരനും മിടുക്കനും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നിൻ്റെ ഈ സിയെക്കുറിച്ച് ഞാൻ ആദ്യമായാണ് കേൾക്കുന്നതെന്ന് ജിയു പറഞ്ഞപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് ഹാൻസം ഹീറോ ആണുള്ളത്, ഒന്ന് നീ ഇപ്പോൾ പറഞ്ഞ ഡോങ്ങും പിന്നെ ഒന്ന് ഇവളുടെ സിയെയും. രണ്ടുപേരുടെയും സ്വഭാവത്തിലെ വ്യത്യാസം കാരണമാണ് നീ സിയെക്കുറിച്ച് കേൾക്കാഞ്ഞത്. ഒരാൾ തീ പോലെയാണെങ്കിൽ മറ്റാൾ എന്തായാലും ഐസു പോലെയാണ്. എന്തായാലും റോബോട്ട് കോമ്പറ്റീഷനിലെ ഫസ്റ്റ് പ്രൈസ് ഇവരിൽ ഒരാൾക്കായിരിക്കും എന്ന് ലിഷി പറയുന്നു. ഇവരുടെ സംഭാഷണത്തിലൊന്നും പങ്കുകൊള്ളാതെ മാറിയിരുന്ന് എന്തോ എഴുതുകയായിരുന്ന ശശ എന്തൊരു ബഹളമാണിത് എന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനെ മൈൻഡ് ചെയ്യേണ്ടെന്ന് ജിയു പറയുന്നുണ്ട്. എന്തായാലും റൂംമേറ്റ്സ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഷിയാൻ ഹാപ്പിയാണ്. നാളെ നമുക്ക് ഒരുമിച്ച് കോളേജിലേക്ക് പോകാമെന്ന് അവൾ പറയുന്നുണ്ട്. സിഐക്ക് അന്ന് രാത്രി ഷിയാൻ തിരികെ നൽകിയ റോബോട്ടിൻ്റെ ഡ്രസ്സിനുള്ളിൽ നിന്ന് പാസ്വേഡ് എഴുതിയ ഒരു പേപ്പർ കിട്ടുന്നു. അതിലെ പാസ്വേഡ് ലോകാവസാനമാണെന്ന് പറഞ്ഞിരുന്ന ഡേറ്റ് ആയിരുന്നു. ഷിയാന് അവൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഡയറിക്ക് പകരമുള്ള വെബ്സൈറ്റിൻ്റെ പാസ്വേഡായിരുന്നു അത്. അവൻ ഉടൻ തന്നെ സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുന്നു. അത് ശരിക്കും ഷിയാൻ്റെ മനസ്സ് തന്നെയായിരുന്നു. ഓരോ പേജ് വായിച്ചപ്പോഴും സിയെ കരയുന്നുണ്ട്. അടുത്ത ദിവസം അവൻ അച്ഛനെ കാണാൻ ആശുപത്രിയിലെത്തിയപ്പോൾ അമ്മ പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു. കോളേജിലെ കാര്യങ്ങളും പഠനത്തെക്കുറിച്ചുമൊക്കെ അച്ഛൻ ചോദിച്ചപ്പോൾ എല്ലാം ഓക്കെയാണ് എന്ന് അവൻ പറയുന്നു. ഇടയ്ക്കിടെ ഇങ്ങോട്ട് വന്ന് സമയം കളയണ്ട, പഠനത്തിൽ ശ്രദ്ധിക്കാൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടേക്ക് വരുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു, പിന്നെയും വഴി തെറ്റിയെന്ന് അച്ഛൻ അമ്മയോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നല്ലത് വല്ലതും പറഞ്ഞുകൂടെ എന്ന് അവർ കളിയായി ചോദിക്കുന്നുണ്ട്. ബില്ലടയ്ക്കാൻ കാശ് കിട്ടിയെന്ന് സിയെ ചോദിച്ചപ്പോൾ കയ്യിലിരുന്ന ബില്ലേക്ക് നോക്കിക്കൊണ്ട് നീ എന്നെക്കുറിച്ച് എന്താണ് കരുതിയത്, ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ സിയയ്ക്ക് അതത്ര വിശ്വാസമായിരുന്നില്ല. നീ ഇതൊന്നും ആലോചിക്കേണ്ട, പഠിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ നോക്ക്. പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ നിനക്ക് വിദേശത്ത് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് നേടിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ അമ്മ പറയുന്നു. അച്ഛൻ്റെ അസുഖം ഭേദമായി കഴിഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം എന്ന് പറഞ്ഞ് സിയെ പോകാനായി എഴുന്നേൽക്കുന്നു. നീ ഇനി വൈകിട്ട് വരുമോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഈയിടെയായി കുറച്ച് തിരക്കുണ്ട്, വീക്കെൻഡിലേ ഇനി വരാൻ കഴിയുള്ളായിരിക്കും എന്നവൻ പറയുന്നു. നീ നന്നായി പഠിക്കുന്നത് പോരാഞ്ഞ് കുറേ ജോലികളും ചെയ്യുന്നതല്ലേ, സമയത്ത് ഭക്ഷണം കഴിക്കാൻ മറക്കല്ലേ എന്ന് അമ്മ അവനോട് പറയുന്നുണ്ട്. ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അച്ഛന് പുറകിൽ നിന്ന് വിളിച്ചിട്ട് നിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിച്ചോളാം എന്ന് ഒന്നുകൂടി പറയുന്നുണ്ട്. അടുത്ത ദിവസം റോബോട്ട് കോമ്പറ്റീഷൻ്റെ അവാർഡ് പ്രഖ്യാപിക്കുന്നിടത്ത് ജിയുവും ലിഷിക്കും
ഒപ്പം ഷിയാനും പോകുന്നുണ്ട്. സിയയും ഫെങ്ങും അവിടെ ഉണ്ടായിരുന്നു. ഡോങ്ങിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇതൊരു ടീം അവാർഡല്ലേ, അവൻ്റെ നിൽപ്പ് കണ്ടാൽ അവന് മാത്രമായിട്ടാണ് കിട്ടിയതെന്ന് തോന്നും എന്ന് ഫെങ് ഡോങ്ങിനെ കുറ്റപ്പെടുത്തി സിയയോട് പറഞ്ഞപ്പോൾ നിനക്ക് അസൂയാണ് എന്ന് സിയ ഒരു ചിരിയോടെ പറയുന്നു. നീ മനസ്സ് വെച്ച് നിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവന് അവാർഡ് വാങ്ങില്ലായിരുന്നു ഫെങ് സ്വല്പം നിരാശയോടെ പറയുന്നുണ്ട്. ഫംഗ്ഷൻ തീരുന്നവരെ ഇരിക്കാതെ അവർ നേരത്തെ പോകുന്നുണ്ട്. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഷിയാൻ വേഗം എഴുന്നേറ്റ് ഡോങ്ങിൻ്റെ അടുത്ത് ചെന്ന് നീ സിയയുടെ അതേ ക്ലാസ്സിലാണെന്ന് കേട്ടല്ലോ, എനിക്ക് അവനൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് നീ ആയിരുന്നു അല്ലേ, നീ ഇപ്പോഴും അവനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം ഫ്രണ്ട്സാണ് എന്ന് കരുതരുത്. സിയയുമായി എനിക്ക് കണക്ഷനൊന്നുമില്ല, നിനക്ക് ആൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഡോങ് അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ പിന്നീട് ഫ്രണ്ട്സിനൊപ്പം ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ഓരോരോ ക്ലബ്ബുകാർ പുതുതായി വന്ന സ്റ്റുഡൻസിനെ തങ്ങളുടെ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ക്യാമ്പയിൻ നടത്തുന്നത് കാണുന്നു. കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ക്ലബ്ബിൽ അംഗമാകാം. ലിഷി ഓടിച്ചെന്ന് മ്യൂസിക് ക്ലബ്ബിൻ്റെ നോട്ടീസ് വാങ്ങി താല്പര്യത്തോടെ നോക്കുന്നു. ഷിയാനും ജിയുവും ഒപ്പമുണ്ട്. പെട്ടെന്നാരോ സിയയുടെ പേര് ഉറക്കെ വിളിക്കുന്നത് കേട്ട് ഷിയാൻ അവിടേക്ക് ശ്രദ്ധിക്കുന്നു. ആനിമേഷൻ ക്ലബ്ബിലെ അംഗങ്ങളുടെ അടുത്ത് സിയ നിൽക്കുന്നതും അവർ അങ്ങോട്ട് സംസാരിക്കുന്നതും കണ്ടപ്പോൾ അവൻ അതിൽ അംഗമായിരിക്കുമെന്ന് ഷിയാൻ കരുതുന്നു. സിയയോട് താല്പര്യമുള്ള സിങ്ങും അവളുടെ ഫ്രണ്ടുമായിരുന്നു ആനിമേഷൻ ക്ലബ്ബിലെ പ്രതിനിധികൾ. അവിടെ അധികം നേരം നിൽക്കാൻ താല്പര്യമില്ലാത്തതിനാൽ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് സിയ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ അവനെ കാണാനേ അങ്ങോട്ട് ചെന്നെങ്കിലും അപ്പോഴേക്കും അവൻ പോയിരുന്നു. അവൻ ആ ക്ലബ്ബിൽ അംഗമായിരിക്കുമെന്ന് കരുതി മെമ്പർഷിപ്പ് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഷിയാൻ പറയുന്നു. അതിനായി അവൾ മുമ്പ് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചപ്പോൾ അതിൽ അവളുടെ പേര് ലിറ്റിൽ മോൺസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്ന കണ്ട് ഓൺലൈനായി ആ പേര് വർക്ക് ചെയ്യാനുള്ള ചിത്രകാരി അവളാണോ എന്ന് കൂട്ടത്തിലെ ആൺകുട്ടി അന്വേഷിക്കുന്നു. അതേ എന്നവൾ പറഞ്ഞപ്പോൾ ഒരുപാട് നാളായി ഞാൻ നിൻ്റെ ഒരു ഫാനാണ്, ഏതെങ്കിലും ഫൈൻ ആർട്സ് കോളേജിലായിരിക്കും നീ പഠിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്, ഇവിടെ ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഷിയാനെ പുകഴ്ത്തുന്നുണ്ട്. സിയെ ക്ലബ്ബിലെ അംഗമല്ല എന്നറിഞ്ഞപ്പോൾ ഷിയാൻ നിരാശയായെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ നിന്ന് അവൾ പിന്മാറിയില്ല. ആ സമയത്താണ് ലിഷി ഓടിക്കുതച്ച് അവിടേക്ക് വന്ന് ഞാൻ എത്ര നേരം ഇതിനകത്ത് വിളിക്കുന്നുണ്ട്, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്, പ്രൊഫസർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ഷിയാനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഷിയാൻ പ്രൊഫസറേയും കാത്ത് സ്റ്റാഫ് റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ സിയ അതുവഴി വരുന്നു. അവളെ കണ്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നവൻ അന്വേഷിക്കുന്നു. പ്രൊഫസർ വിളിപ്പിച്ചതാണ്, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, കാത്തു നിൽക്കുകയാണ് എന്നവൾ അറിയിച്ചപ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം പാവമാണ് എന്നവൻ പറയുന്നു. സിയയുടെ കയ്യിലിരുന്ന പേപ്പർ ഷിയാൻ ശ്രദ്ധിക്കുന്ന കണ്ട് അവനത് മറച്ചു പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ റൂമിലെത്തിയപ്പോൾ സിയയെ കണ്ടിട്ട് എന്തായി എന്നൊക്കെ അറിയാൻ ഷാദി അവളെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ നിന്നെയും ശിഷ്യയും പോലെയുമല്ല എന്ന് നിനക്കറിയാമല്ലോ, അവൻ ഭയങ്കര മസിൽ പിടുത്തമാണെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ശിഷ്യയുടെ പേര് എന്നോട് മിണ്ടരുത്, അവൻ എന്നെ വിളിച്ചിട്ട് ദിവസങ്ങളായി, പിണക്കം തീർക്കാൻ ഞാൻ പല രീതിയിൽ മെസ്സേജ് അയച്ചെങ്കിലും ഒരു റിപ്ലൈയും ഇല്ല, എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്ന് സിയയോടൊന്ന് അന്വേഷിക്കാമെന്ന് ഷാദി ചോദിക്കുന്നു. അവനോട് എനിക്ക് പോലും ഇതുവരെ ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് ഷിയാൻ പറയുന്നു. അപ്പോഴേക്കും മുൻകൂട്ടി തീരുമാനിച്ചതെന്നനുസരിച്ച് പുറത്തു പോകാൻ റെഡിയായി ലിഷി വന്നതിനാൽ അവൾ ഫോൺ വെച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. ഈ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ ലിഷി അവളോട് പറയുന്നുണ്ട്. സീനിയേഴ്സിൻ്റെ ക്ഷണമനുസരിച്ച് വെൽക്കം പാർട്ടിക്ക് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോയത്. ഡോങ് ആയിരുന്നു സീനിയർ സംഘത്തിൻ്റെ ലീഡർ. ഷിയാൻ അവിടെ എത്തിയപ്പോൾ സിയെ തിരയുന്നുണ്ട്. അവളുടെ നോട്ടം കണ്ട് നീ പ്രതീക്ഷിക്കുന്ന ആൾ ഇവിടെ ഇല്ല, നിരാശയായി എന്ന് അവളെ കളിയാക്കി ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതിന് നിനക്കെന്ത് വേണമെന്ന് ചോദിച്ച് ലിഷി അവളോട് ദേഷ്യപ്പെടുന്നു. പാർട്ടിക്കിടയിൽ നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ എന്ന് ചോദിച്ച് ഡോങ് അതിനുള്ള സാധനം എടുത്തുകൊണ്ട് വരുന്നു. അത് കറക്കി വിട്ടപ്പോൾ ആദ്യം ചാൻസ് വന്നത് ഷിയാനാണ്. ആർക്കെങ്കിലും അവളോട് ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ഒരു കുട്ടി എല്ലാവരോടുമായി ചോദിച്ചപ്പോൾ എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ഒരെണ്ണം ചോദിക്കാമെന്ന് പറഞ്ഞ് നീ അന്ന് സിയയ്ക്കൊപ്പം പോയല്ലോ, അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഡോങ് ചോദിക്കുന്നു. അവൻ എന്നെ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു, എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു എന്നൊക്കെ ഷിയാൻ മറുപടി പറയുന്നു. ഇത് ട്രൂത്ത് ഓർ ഡെയർ ആണ്, സത്യം പറഞ്ഞേ പറ്റൂ, റൂൾസ് അങ്ങനെയാണ് എന്ന് ഡോങ് പറഞ്ഞപ്പോൾ രണ്ടിലേതെങ്കിലും പറഞ്ഞാൽ പോരെ, ഞാൻ ഡെയർ സെലക്ട് ചെയ്യുകയാണ്, അപ്പോൾ സത്യം പറയണ്ടല്ലോ എന്ന് ഷിയാൻ ചോദിക്കുന്നു. അതൊക്കെ നിൻ്റെ ഇഷ്ടം, അപ്പോൾ ശിക്ഷയായി ബോയ്സ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് അന്ന് ചെയ്തപോലെ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കണം എന്ന് ഡോങ് പറയുന്നു. അവൻ്റെ ഫ്രണ്ട്സും അത് എഗ്രി ചെയ്യുന്നു. ലിഷി മാത്രം ഇത് തീരെ ശരിയല്ല എന്ന് പറഞ്ഞ് എതിർക്കുന്നു. പക്ഷേ ഷിയാൻ ഒരു കൂസലുമില്ല. അവളൊന്ന് പുഞ്ചിരിച്ചിട്ട് അതത്ര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ വീഡിയോ ഓൾറെഡി കുറേ പേർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കയറി നോക്കിയാൽ പോരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് ഷിയാൻ പറയുന്നു. ഡോങ് ഒഴികെയുള്ളവർ അതായാലും മതി എന്ന് പറഞ്ഞ് ഷിയാനെ പാടാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അവൾ എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അവർ പാർട്ടി കൂടിയ അതേ റെസ്റ്റോറൻറ്റിൽ സിയെ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഷിയാൻ പക്ഷേ അത് അറിയാമായിരുന്നില്ല. അവൾ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് അവൻ ജോലിക്കായി വന്നത്. ഷിയാൻ പാടുന്നത് കേട്ടപ്പോൾ സിയെ അറിയാതെ നോക്കി നിന്ന് പോകുന്നു. അവളുടെ പാട്ട് തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല കാലങ്ങളിലേക്ക് അവൻ്റെ മനസ്സിനെ കൊണ്ടുപോകുന്നു. അവൻ സ്വയം മറന്ന് അവളെ നോക്കി നിൽക്കുമ്പോഴാണ് ഷിയാൻ അവനെ കണ്ടത്. അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്ന് പാടുന്നു. അവളുടെ മനസ്സും പഴയ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും നിൽപ്പും നോട്ടവും ഡോങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഷിയാൻ തിരികെ വന്നിരുന്നപ്പോൾ മനഃപൂർവ്വം സിയെ അപമാനിക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡിഷസ് വേണമെന്ന് ഡോങ് ചോദിക്കുന്നു. ലിഷി എന്താ വേണമെന്ന് പറഞ്ഞതും ഡോങ് അത് വാങ്ങാൻ തയ്യാറായി വെയിറ്റർ എന്ന് പറഞ്ഞ് സിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ കണ്ടതുപോലെ നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഷിയാനാകെ വല്ലാതായി ഇരിക്കുകയാണ്. നിന്റെ രാജകുമാരൻ പാവപ്പെട്ടവനാണെന്ന് ലിഷി രഹസ്യമായി ഷിയാനോട് ചോദിക്കുന്നുണ്ട്. നീ ഡ്യൂട്ടിയിലല്ലായിരുന്നെങ്കിൽ നിനക്കൊപ്പം ഇരുന്ന് കഴിക്കാമായിരുന്നല്ലോ, കഷ്ടമായി പോയി എന്ന് ഡോങ് പിന്നെയും സിയെ അപമാനിക്കാണെന്നോണം പറയുന്നു. സിയെ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടുത്തെ നല്ല ഡിഷസ് എന്തൊക്കെയാണെന്ന് മെനു നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് തന്നെ എടുത്തോളാൻ ഡോങ് പറയുന്നു.
റെസ്റ്റോറൻറ്റ് തിരക്കെല്ലാം ഒഴിഞ്ഞ് സിയെ വേസ്റ്റ് കളയുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഷിയാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നീ ഇതുവരെ പോയില്ല എന്നവൻ ചോദിച്ചപ്പോൾ അവളുടെ ഒരു ഡ്രിങ്ക്സ് അവന് നീട്ടിയിട്ട് കഴിഞ്ഞ ദിവസം നീ തന്നതിന് പകരമാണെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നു. സിയ ഒന്ന് ആലോചിച്ചിട്ടാണ് അത് വാങ്ങിയത്. ഷിയാൻ പിന്നെയും അവിടെ നിൽക്കുന്നത് കണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നവൻ ചോദിക്കുന്നു. നിനക്ക് എന്താണ് പറ്റിയത് എന്നവൾ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും അവൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് എൻ്റെ അച്ഛന് ഈയിടെ നല്ല സുഖമില്ല, അതുകൊണ്ട് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ഞാനൊരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്നവൻ നിസ്സാരമെന്നോണം പറയുന്നു. നിൻ്റെ പേരൻസിന് എങ്ങനെയുണ്ട്? എൻ്റെ സഹായം വല്ലതും വേണമെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, നിൻ്റെ ഫ്രണ്ട്സ് കരോകറൂമിലേക്ക് പോയതല്ലേ, നീ അവരുടെ കൂടെ പോകുന്നില്ല എന്ന് സിയെ ചോദിക്കുന്നു. നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതമാണുള്ളത് എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞതല്ലേ, നീ ഇപ്പോൾ കോളേജിലെത്തിയ സ്ഥിതിക്ക് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളും ആളുകളുമുണ്ട്, അതൊക്കെ കണ്ടെത്തി ആസ്വദിക്കാൻ ശ്രമിക്കുക, വെറുതെ എൻ്റെ പുറകിന് വന്ന് സമയം പാഴാക്കരുത്, നിൻ്റെ പുതിയ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കൂ, എനിക്കും ഇപ്പോൾ പുതിയ ജീവിതമാണുള്ളത് എന്ന് പറഞ്ഞ് അവൻ ആ ഡ്രിങ്ക് തിരികെ നീട്ടുന്നു. ഷിയാൻ അത് വാങ്ങാതെ പുതിയ ജീവിതം കണ്ടെത്താൻ നീ പറയുന്നതിൻ്റെ അർത്ഥം പഴയതെല്ലാം മറക്കണം എന്നാണോ എന്ന് ഷിയാൻ ചോദിക്കുന്നു. അതേ എന്ന് പറഞ്ഞ് സിയെ ആ ഡ്രിങ്ക്സ് വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞു കളയുന്നു. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഷിയാൻ വിഷമത്തോടെ തിരിഞ്ഞു നടക്കുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ സിയ ആ ഡ്രിങ്ക്സ് തിരികെ എടുക്കുന്നുണ്ട്. അതിൽ ഷിയാൻ എന്തോ എഴുതിയിരിക്കുന്ന കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ആ സമയത്താണ് മാനേജർ വിളിക്കുന്നുവെന്ന് മറ്റൊരു ജോലിക്കാരൻ വന്ന് പറയുന്നതിനാൽ കണ്ണ് തുറച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നത്. ഇന്ന് വന്ന ഗസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരാൾ സിയെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു. കസ്റ്റമർ VIP-കളുടെ കൂട്ടത്തിലായതിനാൽ എതിർക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ സിയോട് മനസ്സോടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ മാനേജർ പറയുന്നു. പ്രത്യേകിച്ച് ആരെയും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറിയില്ലല്ലോ എന്ന് സിയെ പറഞ്ഞെങ്കിലും ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ്, പക്ഷേ എനിക്ക് നടപടി സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഡോങ് ആയിരിക്കും പരാതി നൽകിയ കസ്റ്റമർ എന്ന് സിയെ ഊഹിക്കുന്നുണ്ട്. എന്തായാലും മാനേജർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജോലി മതിയാക്കി പൊയ്ക്കോളാം എന്നവൻ അറിയിക്കുന്നു. ഷിയാൻ എന്ന റൂമിലെത്തി കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറി സിയയുടെ അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിഞ്ഞ് കണ്ടുപിടിക്കുന്നു. ലിഷി അവളുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ കുറച്ചു നേരം തനിച്ചിരുന്നോട്ടെ എന്ന് ചോദിച്ച് ഷിയാൻ അവളെ ഒഴിവാക്കി വിടുന്നു. സിയെക്കുറിച്ച് മോശം കമൻറ്റുകൾ പോസ്റ്റിന് താഴെ കിടക്കുന്ന കണ്ട് നിങ്ങൾക്ക് അവനെക്കുറിച്ച് അറിയില്ലെങ്കിൽ വെറുതെ അഭിപ്രായം പറയാൻ നിൽക്കരുത്, അവൻ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്ന് തിരിച്ച് റിപ്ലൈ കമൻറ്റ് ഇടുന്നുണ്ട്. ഭക്ഷണവും കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിയിരുന്ന് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ടാണ് സിയ ആശുപത്രിയിലേക്ക് ചെന്നത്. അമ്മ ഇതുവരെയായിട്ട് കഴിച്ചില്ല എന്നവൻ ചോദിച്ചപ്പോൾ വിശപ്പില്ലായിരുന്നു എന്ന് അവർ പറയുന്നു. അവൻ എനിക്ക് ഈ മാസത്തെ സാലറി കിട്ടിയെന്ന് പറഞ്ഞ് പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ ഇത്തവണ നേരത്തെ ആണല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ജോലി നഷ്ടമായി വിവരം പറയാതെ ഞാൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് തന്നതാണ് എന്ന് അവൻ കള്ളം പറയുന്നു. നീ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് തന്നാൽ മതി എന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, അത് മതി എന്ന് അവൻ പറയുന്നു. നന്നായി ആഹാരം കഴിക്കണം, ഇപ്പോൾ തന്നെ ഒരുപാട് ക്ഷീണിച്ചു, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അമ്മ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചായ നിറത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.